സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പുമായുള്ള പര്യടനം തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു. ഊട്ടുപുരയിലും അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. മത്സരവേദികൾ തയ്യാറായി കഴിഞ്ഞു. 1200-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷയ്ക്കുണ്ടാവുക. കൗമാര കുതിപ്പിനായി കാത്തിരിക്കുകയാണ് തൃശൂർ. എനിക്ക് പുറകിൽ കാണാം സ്വർണ്ണക്കപ്പ് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൂടെ സ്വർണ്ണക്കപ്പ് ഇന്ന് പ്രയാണം നടത്തും. നാളെയാണ് സാംസ്കാരിക നഗരിയിലേക്ക്, അതായത് തൃശൂർ ടൗണിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തുക. ഒരുക്കങ്ങൾ അവസാന നിമിഷത്തിലാണ്. നമ്മളൊപ്പം ജില്ലാ കളക്ടറുണ്ട്. എത്രത്തോളം ഒരുക്കങ്ങൾ കഴിഞ്ഞു? ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി കൗമാരമേളയ്ക്ക്. ഒരുക്കങ്ങളെല്ലാം നമ്മൾ പൂർത്തിയായി. പന്തലിലേക്ക് 10-ാം തീയതി സമർപ്പണം നടന്നായിരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ ആഘോഷത്തിലോട്ട് കടന്നു കഴിഞ്ഞു. ജില്ലയിൽ ഫുള്ളായിട്ട് ആ ആവേശത്തിലാണ് നമ്മൾ. ഈ സ്വർണ്ണ കപ്പിന്റെ ഒരു യാത്ര എങ്ങനെയായിരിക്കും? അതിനൊരു ക്രമീകരണം എങ്ങനെയാണ്? ഇന്ന് ഇവിടുന്ന് ചാലക്കുടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. വൈകിട്ട് ചേലക്കരയിലാണ് അവസാനിക്കുന്നത്. അതിനുശേഷം തലപ്പള്ളി സബ് ട്രഷറിയിലായിരിക്കും ഇന്നത്തെ ദിവസം സൂക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ രാവിലെ വടക്കാഞ്ചേരിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം തൃശ്ശൂർ 3 മണിയാകുമ്പോൾ എത്തും. അതിനുശേഷം ഘോഷയാത്രയായിട്ട് മെയിൻ വേദിയിലോട്ട് എത്തും. നല്ല റൗണ്ടൊക്കെ കറങ്ങിയിട്ട് മെയിൻ വേദിയിലോട്ട് എത്തും. ഊട്ടുവരെ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ വലിയ രീതിയിൽ നടന്നു കഴിഞ്ഞു. പഴയണം മോഹനൻ നമ്പൂതിരി തൃശ്ശൂരിലെത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഊട്ടുവരുടെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും നടത്തി കഴിഞ്ഞു. 1200-ലധികം പോലീസുകാരാണ് ഇത്തവണ സുരക്ഷ ഒരുക്കാനായി ഉള്ളത്. അതുപോലെ തന്നെ കുട്ടികളെ വിവിധ വേദികളിലേക്ക് എത്തിക്കാൻ പിങ്ക് ടാക്സികളൊക്കെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് താമസിക്കാൻ സ്കൂളുകൾ നഗരത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 25ഓളം വേദികളും സജ്ജമായി കഴിഞ്ഞു. എന്തായാലും വലിയ രീതിയിലുള്ള ക്രമീകരണം ദൃശ്യത്തിൽ കാണാം. മടക്കി വെച്ചിട്ടുള്ള പുസ്തകത്തിൽ ഉയർന്നു വന്നിട്ടുള്ള കൈകളിൽ മേലുള്ള ഒരു ശംഖ്, ആ രൂപത്തിലാണ് സ്വർണ്ണക്കപ്പ് ഉള്ളത്. ഏത് ആരെയും മോഹിപ്പിക്കുന്ന ഒരു കപ്പാണ്. ഇതിനായുള്ള പോരാട്ടങ്ങൾ വരും ദിവസത്തിൽ നടക്കുക. എന്തായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കപ്പ് നേടുകയോ 1-ാം സ്ഥാനം നേടുകയോ അല്ല, പങ്കെടുക്കുകയാണ് പരമപ്രധാനമെന്ന് എത്രയോ ഗുരുക്കന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുതന്നെയാണ് കുട്ടികളോടും പറയാനുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് കലാമേമാങ്കത്തിൻ്റെ തുടക്കത്തിനായി ബാക്കിയുള്ളത്. തൃശ്ശൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.